തിരുവനന്തപുരം കിളിമാനൂരിൽ നിർധനരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് അറ്റകുറ്റപ്പണിയുടെ പേരിൽ സാമ്പത്തികമായി പറ്റിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡ്രൈവറും പട്ടികജാതി ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ വീതമാണ് 2 വീടുകളുടെ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചിരുന്നത്. എന്നാൽ പണം കൈപ്പറ്റിയ ഇരുവരും കാര്യമായ ഒരു പണിയും ചെയ്യാതെ തട്ടിപ്പ് നടത്തിയെന്നാണ് കുടുംബം പരാതിപ്പെട്ടത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി OR കേളു ഉറപ്പു നൽകി. ആറ്റിങ്ങൽ MLA OS അംബിക ഇപ്പോൾ കുടുംബത്തെ കാണാൻ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശേഷം ഈ കുടുംബത്തിനുള്ള അരി സാധനങ്ങളൊക്കെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ MLA അവിടേക്ക് എത്തിയോ? MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്മൃതി. നമുക്ക് ഇപ്പോൾ വന്ന പ്രേക്ഷകർക്കായി ഈ കാര്യങ്ങളൊന്ന് ചുരുക്കി ഒന്ന് വിശദീകരിക്കാം. അതായത് 1.5 ലക്ഷം രൂപ വീതമാണ് ഈ വീട്ടിലും തൊട്ടു പിറകിലുമുള്ള വീട്ടിലുമായി പട്ടികജാതി ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. ഇതിൽ പഞ്ചായത്ത് മെമ്പർ ഗിരിജയാണ് ഈ 1-ാം വാർഡിലെ മെമ്പർ. കിളിമാനൂർ പഞ്ചായത്തിലെ ഈന്തന്നൂർ എന്ന പ്രദേശമാണ് ഇത്. അതിൽ നിന്ന് ഈ 1.5 ലക്ഷം രൂപ വീതം ഇവർ പണിക്ക് വേണ്ടി ഒരാളെ തയ്യാറാക്കി. പക്ഷേ അയാളെ വേണ്ട എന്നും എനിക്കൊരാളുണ്ട് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് മെമ്പർ പഞ്ചായത്തിലൊരു താൽക്കാലിക ഡ്രൈവറായ സുധീറിനെ ഏൽപ്പിക്കുകയായിരുന്നു. സുധീർ ആണെങ്കിൽ ഒപ്പിച്ച് പണിയെടുത്ത് ഈ വീടിന്റെ ഒന്നും ചെയ്യാതെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ജനലുകളോ വാതിലുകളോ ഒന്നും വയ്ക്കാതെ അടുക്കള ഇപ്പോഴും ചോർന്നൊഴുകുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അങ്ങനെ ഈ 1.5 ലക്ഷം രൂപ വീതം ഈ വീട്ടിൽ നിന്ന് തൊട്ട് പിറകിൽ നിന്ന വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു യഥാർത്ഥത്തിൽ.